Hello my dear friends, welcome to my channel. Myself Shilpa. ഞാൻ നമ്മുടെ ഐബ്രോസ് ഗ്രൂം ചെയ്യാനുള്ള ടെക്നിക്സ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ടെക്നിക്കാണ് ദി ബെസ്റ്റ്. നമുക്ക് എല്ലാ ടെക്നിക്സും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ ഓരോന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ നന്നാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എൻ്റെ ഫസ്റ്റ് വ്യൂവർ ആണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അല്ലെങ്കിൽ വേറെ വല്ലവർക്കും ഹെൽപ്ഫുൾ ആണെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ അനലിറ്റിക്സ് പറയുന്നത് എൻ്റെ വീഡിയോസ് കാണുന്ന 80% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നാണ്. കാരണം പല റീസൺസ് ആയിരിക്കാം അല്ലേ, പക്ഷെ അത് എന്താണെങ്കിലും ഇപ്പം തന്നെ മറക്കാണ്ട് പോയി സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻറ്റ്സ് കിട്ടുന്നത് എൻ്റെ ബ്രോസാണ്. കാരണം അത് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം എനിക്ക് എൻ്റെ ബ്രോസ് പറഞ്ഞാൽ തിക്കായിരുന്നു, ഭയങ്കര തിക്കായിരുന്നു, പക്ഷെ ഒരു ഷേപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ത്രെഡ് ചെയ്യാനൊക്കെ തുടങ്ങിയാലും എനിക്കത് അറിയത്തില്ലായിരുന്നു. ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചെടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോസും നമ്മുടെ ലിപ്സും മാത്രം ചെയ്താൽ മതി ഒരു പെർഫെക്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ പോകുന്ന ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോ പെൻസിൽ. ഇത് പെൻസിൽ അല്ല, റിട്രാക്റ്റബിൾ പെൻസിലാണ്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ സ്പൂളി ഉണ്ട്, ഈ ഫ്രണ്ട് സൈഡിൽ കറക്റ്റ് ആംഗിൾ ഷേപ്പിലുള്ള ഒരു സ്റ്റിക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രോസ് നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ റിട്രാക്റ്റബിൾ ഐബ്രോ പെൻസിലാണ്. അപ്പോൾ ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതൊരു 199 റുപ്പീസിനാണ് വാങ്ങുന്നത്. അത് വേറെ സൈറ്റ്സിൽ റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. അതിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യാം. ഇത് ബിഗിനേഴ്സിനായാലും എല്ലാവർക്കും ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. ഇത് നമ്മൾ ജസ്റ്റ് സ്പൂലി വെച്ചിട്ട് ആദ്യം ഒന്ന് ബ്രഷ് ചെയ്തിട്ട് ഇത് നമ്മുടെ ഐബ്രോസിൻ്റെ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യുക. അതിനുശേഷം സ്പൂളി വെച്ച് ഒന്നും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ബ്രോസ് വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ബ്രോസും ഒരുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് കൺസീലിംഗ് ആണ്. അപ്പം നമ്മൾ എത്ര വൃത്തിയിൽ ബ്രോസ് ചെയ്താലും ഒരു നീറ്റ് ലുക്ക് എപ്പോഴും വരാറില്ല. ചില സമയത്ത് അത് ഡാർക്കായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കാണാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണിത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള കൺസീലർ വെച്ചിട്ട് നിങ്ങൾ ബ്രോ ചെയ്തതിന് ശേഷം താഴെയും മുകളിലും നന്നായിട്ട് അത് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത് അവിടെ ഇവിടെയും ബ്ലോക്കായിട്ടിരിക്കരുത്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സ്കിന്നിൻ്റെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നൈബയുടെ ഗോൾഡൻ ഷെയ്ഡുള്ളതാണ്. പർപ്പിളിന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതല്ല, നിങ്ങളുടെ കയ്യിലുള്ള ബെസ്റ്റ് കൺസീലർ വെച്ചിട്ടൊന്ന് കൺസീൽ ചെയ്യുക. കുറേ ഒന്നും വേണ്ട, ചെറുതായിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ടെക്നിക്ക് പറയുന്നത് ഞാൻ റീസെൻ്റായിട്ട് ട്രൈ ചെയ്ത് തുടങ്ങിയതാണ്. പക്ഷേ ഇതെനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. കാരണം ഞാൻ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എപ്പോഴും പാർലറിൽ പോകാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ഷേവിംഗ് ആണ്. ഷേവിങ് ചിലപ്പോൾ ബോഡിയിൽ ചെയ്യുമ്പോൾ ഹെയർ തിക്കായിട്ട് വരും, പക്ഷേ നമ്മൾ ബ്രോസിൽ ചെയ്യുമ്പോൾ അത് അത്രയും തിക്കായിട്ട് വന്നാലും നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അത് 2 to 3 days ഇൻ ബിറ്റ്വീനിലാണ് ചെയ്യുന്നത്. ഇത് ഏറ്റവും ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ നമ്മളൊരു എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്, ത്രെഡിങ്ങിനൊന്നും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണെന്ന് വെച്ചാൽ ഇത് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു 3 സെറ്റിൽ വരുന്ന ഷേവറാണ്. ഇതിന് വരുന്നത് 133 റുപ്പീസിൻ്റെ അടുത്താണ്. ഇത് ഞാൻ 90 റുപ്പീസിനാണ് ആമസോണിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നമുക്കെപ്പോഴും ഒരു സാധനത്തിന് തന്നെ പല പല യൂസ് ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ബ്രൗൺ കളർ ജെൽ ഐലൈനറാണ്. അപ്പോൾ അത് ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്കത് ഐലൈനറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി നന്നല്ല. അപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ഞാൻ വെറുതെ ഒന്ന് എൻ്റെ ബ്രോസിലിട്ട് ട്രൈ ചെയ്തു. അത് വളരെ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. പകുതി മുക്കാലും തീർന്നു. അപ്പോൾ അത് ഒരു ആംഗുലർ ബ്ലഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പൂളി വെച്ചിട്ട് നന്നായിട്ട് അതിനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക നിങ്ങൾക്കൊരു ഷേപ്പായിട്ടുള്ള ഒരു ബ്രോസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ലാസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. മുന്നേ കാണിച്ച ഐബ്രോ ജെല്ലില്ലേ, അതിനകത്ത് നമ്മുടെ പഴയ മസ്കാരയുടെ ട്യൂബിൽ നിന്ന് ആ ബ്രഷ് എടുത്തിട്ടൊന്ന് ബ്രഷ് ചെയ്തിട്ടത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ബ്രോസ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ല, നിങ്ങൾക്ക് ആ ബോട്ടിലിനകത്ത് കുറച്ച് ലൈനറും അതുപോലെ തന്നെ കുറച്ച് ഐ ഡ്രോപ്സും കൂടെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ
ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം അത് വളരെ ഹെൽപ്ഫുള്ളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. So thank you for watching my video. Bye.